പഠനത്തിനോടൊപ്പം വായനയിലും പുസ്തകങ്ങളോടും വലിയ താല്പര്യമുണ്ടായിരുന്ന MT വാസുദേവൻ നായർ നിത്യം എത്തിയിരുന്ന ഒരിടമുണ്ടായിരുന്നു. മഹാകവി അക്കിത്തത്തിൻ്റെ തറവാട് വീട്. ഞാനിപ്പോൾ ഉള്ളത് അക്കിത്തം ഉണ്ടാക്കിയിട്ടുള്ള ദേവയാനം അറിയുന്ന വീട്ടിലാണ്. ഈ വീട്ടിലല്ല, തൊട്ടപ്പുറത്തുള്ള തറവാട് വീട്ടിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനുശേഷം ഈ കഴിഞ്ഞ കാലങ്ങളിൽ വരെ MT നിത്യേനോട് എത്തിയിരുന്നു എന്നുള്ളതാണ്, വന്നിരുന്നു എന്നുള്ളതാണ്. അക്കിത്തത്തിൻ്റെ മകൻ നാരായണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആ ഓർമ്മകൾ അദ്ദേഹം നമ്മളോടൊപ്പം പങ്കുവെക്കുകയാണ്. MTയുടെ എനിക്ക് തോന്നുന്നു MT വായിക്കാൻ വേണ്ടി കുമരനെല്ലൂർ സ്കൂൾ പഠിക്കുമ്പോൾ ആ സമയത്ത് വായിക്കാൻ വേണ്ടി എത്തിയിരുന്നത് അക്കിത്തത്തിനടുത്തേക്കായിരുന്നു അല്ലേ? അങ്ങനെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ കാലത്ത് ഞാനില്ലല്ലോ, ഞാൻ ജനിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹം എഴുതിയ കാഥികൻ്റെ ലോകം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അതിനകത്ത് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, തൻ്റെ കുട്ടിക്കാലത്ത് പുസ്തകവും പത്രങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു കാലത്ത് വായന പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി കൗതുകത്തോടുകൂടി കയറി വന്നിരുന്ന സ്ഥലം അക്കിത്തത്തിൻ്റെ തറവാടും അക്കിത്തത്തിൻ്റെ പത്തായപ്പുരയും ആണ്. അന്ന് ആ കാലത്ത് മംഗളോദയവും അതുപോലെ തന്നെ അന്ന് അച്ഛൻ യോഗക്ഷേമ സഭയും ഇടതുപക്ഷ ദർശനങ്ങളുടെ ഒരു സഹയാത്രികനുമൊക്കെ ആയിരുന്ന ഒരു കാലഘട്ടമുണ്ട് ഇവിടെ. ആ അച്ഛൻ്റെ ലൈഫ് അറിയുന്നവർക്കൊക്കെ അറിയാം അതൊക്കെ. അപ്പോൾ അന്ന് അച്ഛൻ്റെ പത്തായപ്പുരയിൽ വലിയൊരു ലൈബ്രറി അച്ഛൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ആ ലൈബ്രറി പലരും ഉപയോഗിച്ചിട്ടുണ്ട്. KM പ്രഭാകര വാര്യർ എന്ന് പറഞ്ഞിട്ട് വട്ടംകുളത്ത് വാര്യത്ത്, പിന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനൊക്കെ ആയിരുന്നു. പ്രഭാകര വാര്യർ ഇവിടുത്തെ നിത്യസന്ദർശകനായിരുന്നു. MT വാസുദേവൻ നായർ നിത്യസന്ദർശകനായിരുന്നു. അങ്ങനെ ഈ ഭാഗത്തുള്ള വായനാ കുതുകികളുടെ മുഴുവൻ ഒരു താവളമായിരുന്നു അക്കിത്തത്ത് മനയും അക്കിത്തത്ത് പത്തായപ്പുരയും എന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു ചരിത്ര വസ്തുതയാണത്. അതായത് MTയുടെ സഹോദരങ്ങളാണ് ശരിക്കും ആദ്യം അക്കിത്തത്തിനടുത്തേക്ക് എത്തിപ്പെടുന്നത്, പിന്നീടല്ലേ MT വരുന്നത് ഇങ്ങോട്ട്? അതെ, ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ അച്ഛൻ്റെ അക്കിത്തത്ത് സഹോദരന്മാരെന്ന് പറഞ്ഞാൽ 6 പേരാണുള്ളത്. അതിൽ എൻ്റെ മുത്തച്ഛൻ 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. ആദ്യത്തെ വിവാഹത്തിൽ 2 സഹോദരൻ, അക്കിത്തം മാഷ് എന്ന് പറയുന്ന അക്കിത്തം വാസുദേവൻ നമ്പൂതിരിയും അച്ഛനും. പിന്നെ രണ്ടാമത്തെ വിവാഹത്തിൽ 4 പേരുണ്ട്. അങ്ങനെ മൊത്തം 6 പേരാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ 4 പേർക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത് MT വാസുദേവൻ നായരുമായിട്ട് ഏറ്റവും കൂടുതൽ സമ്പർക്കം ഉണ്ടായിരുന്നു. ഒന്ന് അച്ഛൻ, മറ്റൊന്ന് അക്കിത്തം മാഷ്, പരമേശ്വരൻ, അക്കിത്തം നാരായണൻ. ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതൽ സമ്പർക്കം. കാരണം അവരുടെ MT സഹോദരന്മാർ 4 പേരാണ്. അവരുടെ വയസ്സുമായിട്ട് കൂട്ടിച്ചേർന്ന് നിൽക്കുന്ന പ്രായക്കാർ ഇവരായിരുന്നു. എന്നു മാത്രമല്ല ഇവരുടെയൊക്കെ താല്പര്യങ്ങളും ഏതാണ്ട് ഒരേ താല്പര്യക്കാരായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അനിയന്മാരും നല്ല വായനക്കാരും. അക്കിത്തം മാഷ എന്ന് പറയുന്ന ആൾ ധാരാളം പുസ്തകാഭിപ്രായങ്ങളും ഒക്കെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പുസ്തക അഭിപ്രായം എഴുതുന്ന ഒരു കോളത്തിൽ അദ്ദേഹം പുസ്തകാഭിപ്രായങ്ങളൊക്കെ എഴുതി. അദ്ദേഹം ഒരു മലയാളം പണ്ഡിറ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു വാസുദേവൻ നായർ. ഈ വാസുദേവൻ നായരുടെ ഏട്ടൻ MT 4 പേരുണ്ട്. MT ഗോവിന്ദൻ നായർ മാഷ്, MT നാരായണൻ നായർ, MT ബാലകൃഷ്ണൻ നായർ, MT വാസുദേവൻ നായർ. ഈ 4 പേരും സാഹിത്യ കുതുകികളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അറിയുന്നവർക്ക് അറിയാതെ. അപ്പോൾ ഇവരൊക്കെ ഇവിടെയും അത്തരം താല്പര്യക്കാരായിരുന്നു. സ്വാഭാവികമായും ഒരേ താല്പര്യക്കാർ ഒരുമിച്ച് കൂടിയതിൻ്റെ ഒരു ഫലമാണ് ഈ 2 എഴുത്തുകാർ എന്ന് വേണമെച്ചാൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. ഇല്ല എന്ന് ഞാൻ പറയണില്ല, അതാണല്ലോ വസ്തുത. ഇപ്പോൾ MTയെ ബന്ധുക്കളെല്ലാം വിളിച്ചിരുന്ന ഉണ്ണിയേട്ടൻ എന്നാണ്. അതിനോടൊപ്പം തന്നെ MTയുടെ സഹോദരൻ കൊച്ചുണ്ണിയേട്ടനാണ് എനിക്ക് തോന്നുന്നു അക്കിത്തമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്നത്. പിന്നീടാണ് MT അങ്ങോട്ടേക്ക് എത്തുന്നത്. അതെ അതെ അതെ, ഞാൻ പറയാം. അച്ഛൻ്റെ സമപ്രായക്കാരനാണ് കൊച്ചുണ്ണിയേട്ടൻ ധാരാളം കവിതകൾ എഴുതിയിരുന്നു. ഈ മനുഷ്യനാണ് വലിയ എഴുത്തുകാരനായി മാറുമെന്ന് അച്ഛൻ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും പല കുടുംബ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. പിന്നെ വേണ്ട രീതിയിൽ അദ്ദേഹത്തിന് റെക്കഗ്നേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അത് കാരണം കൊണ്ടായിരിക്കാം അദ്ദേഹം ഈ മേഖലയിൽ നിന്ന് മെല്ലെ പിൻവാങ്ങുകയാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ മലയാളത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ജീവചരിത്രം അദ്ദേഹത്തിൻ്റെയാണ്. പിന്നെ കുറേ വിവർത്തനങ്ങളുണ്ട്. പിന്നെ അച്ഛൻ്റെ തന്നെ ബലിദർശനം അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ബലിദർശനത്തെ പറ്റി മനോഹരമായിട്ടൊരു പഠനം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മാറുമെന്നാണ് അച്ഛൻ വിചാരിച്ചിരുന്നത്. അച്ഛൻ്റെ കുറേ മലയാള കവിതകൾ അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിനല്ല ഈ മഹാഭാഗ്യങ്ങളൊന്നും ഉണ്ടായത്. മഹാഭാഗ്യം ഉണ്ടായത് ഇദ്ദേഹത്തിനാണ്. ഇദ്ദേഹം
കൊച്ചുണ്ണിയായിട്ട് കുറച്ചും കൂടി ധാരാളം സംസാരിക്കുന്ന ആളാണ്. ഇദ്ദേഹം സംസാരം വളരെ കുറവായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ വരികയും പുസ്തകങ്ങളെടുത്ത് വായിക്കുകയും ആഴ്ചയ്ക്ക് പുസ്തകങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും, ഇവിടെ കൊണ്ടുവന്ന് വായിക്കും. അച്ഛനുമായിട്ടുള്ള സാഹിത്യ സംബന്ധമായിട്ടുള്ള സംവാദങ്ങളിൽ ഏർപ്പെടുകയും കൂടാതെ പൊന്നാനി ഭാഗത്ത് എടശ്ശേരി, മറ്റേ കടവനാട് കുട്ടിക്കൃഷ്ണൻ, ഉറൂബ് ഈ കൂട്ടായ്മയിലെ ഒരു കാഴ്ചക്കാരനായി അദ്ദേഹം വരികയും അങ്ങനെ അദ്ദേഹവും അതിലെ ഒരു പങ്കാളിയായി മാറുകയും തവനൂരുണ്ടായിട്ടുള്ള എം ഗോവിന്ദൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ന്യൂ ഹ്യൂമനിസം എന്നൊക്കെ പറഞ്ഞിട്ട് പൊന്നാനി കേന്ദ്രകലാസമിതിയുടെ ക്യാമ്പിൽ അദ്ദേഹം വന്ന കാര്യം അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ. ഇതൊന്നും ഇപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല, MT അറിയുന്നവർക്ക് അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക ഭൂമിക ഈ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു പ്രദേശമായിരുന്നു എന്നതൊരു വസ്തുതയാണ്. സാഹിത്യ ലോകത്ത് വലിയ സംഭാവനകൾ നൽകിയ രണ്ടുപേർ, അക്കിത്തവും അതുപോലെ തന്നെ MT വാസുദേവൻ നായരും, രണ്ടുപേരും ഇനി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെങ്ങനെയാണ് ഇനിയിപ്പോൾ? യാഥാർത്ഥ്യമാണല്ലോ. അതാണല്ലോ ഇപ്പോൾ നിങ്ങളിങ്ങോട്ട് വരാൻ കാരണം അച്ഛൻ ജീവിച്ച വീട് എന്നുള്ളൊരിതുകൊണ്ട്, അല്ലാതെ ഈ വീടിന് പ്രസക്തിയൊന്നുമില്ല. ഞങ്ങളും അതേ പഴയ ഓർമ്മകളിൽ ജീവിക്കുന്നു. അച്ഛൻ ഉള്ള സമയത്ത് ഈ വീട് ഇങ്ങനെയായിരുന്നില്ല. കൊച്ചുണ്ണിയേട്ടൻ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ മാഷായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛൻ കോഴിക്കോട്ട് നിന്ന് വരുന്ന സമയത്ത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നേരത്തെ വരുന്നതെന്ന് വെച്ചാൽ കൊച്ചുണ്ണിയേട്ടൻ്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങി ഒരു അങ്ങോട്ട് വരിക. അതല്ലെങ്കിൽ ഇവിടുന്ന് 8 മണിയുടെ ട്രെയിൻ ഉണ്ടെന്ന് വെച്ചാൽ 6 മണിക്ക് പോയിട്ട് കൊച്ചുണ്ണിയേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് കുറേ നേരം ഒന്ന് വർത്തമാനം പറഞ്ഞിട്ട്, അത് നേരെ ഓപ്പോസിറ്റാണ് അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത്. ബസ് കയറിയിട്ട് കോഴിക്കോട്ടേക്ക് പോകും. ഇതിങ്ങനെയൊരു വലിയൊരു ഇടപഴകിയ ഒരു ജീവിതമായിരുന്നു കൊച്ചുണ്ണിയേട്ടനുമായിട്ടുണ്ടായിരുന്നത്. വാസുദേവൻ നായർക്ക് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ പത്രാധിപരുടെ ജോലി കിട്ടി. അച്ഛനും ഒരു തരത്തിൽ പറഞ്ഞാൽ പത്രാധിപർ എന്ന് തന്നെ പറയാം. ആകാശവാണിയിലെ എഡിറ്റർ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് റൈറ്റർ, എഡിറ്റർ എന്നൊക്കെയുള്ള തസ്തികയിലാണ് അച്ഛൻ ജോലി ചെയ്തിട്ടുള്ളത്. അവിടുത്തെ സ്ക്രിപ്റ്റുകൾ പരിശോധിക്കലൊക്കെ ആയിരുന്നു. അച്ഛൻ കോഴിക്കോട്ട് ചെന്ന് ഏകനായിട്ട് കോഴിക്കോട് നഗരത്തിൽ താമസം ഉറപ്പിക്കുന്നത് വാസുദേവൻ നായരുടെ കൂടെയാണ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ താമസിക്കാൻ കാരണം ആലോചിച്ച് നോക്കൂ. അവരുടെ അടുപ്പം കാരണം കൊണ്ടാവുമല്ലോ. അങ്ങനെ അവർ ഒരുമിച്ച് താമസിക്കുകയും പിന്നീട് അദ്ദേഹം ഒരു വിവാഹം കഴിക്കുകയും MB ട്യൂട്ടോറിയലിലൊരു അധ്യാപികയെ വിവാഹം കഴിക്കുകയും അദ്ദേഹം വേറെ കുടുംബജീവിതം, അച്ഛൻ ഞങ്ങളിവിടുന്ന് മക്കളൊക്കെ കൂടിയിട്ട്, അന്നൊന്നും ഞാനില്ലല്ലോ, അപ്പോൾ അവിടെ കോഴിക്കോട്ട് പോയി താമസിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അച്ഛൻ വാടക വീട്ടിലൊക്കെ, എങ്കിലും അവിടെയും വരും, പുതിയ പാലത്തൊക്കെ അദ്ദേഹം വന്നിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ അച്ഛനും എഴുതിയിട്ടുണ്ട്. അച്ഛൻ MTയെ പറ്റി 2 ലേഖനം എഴുതിയിട്ടുണ്ട്. MT അച്ഛനെ പറ്റി എഴുതിയിട്ടുണ്ട്. പിന്നെ നിരവധി പുസ്തകങ്ങളിൽ, ഇപ്പോൾ 2-ാം മൂഴത്തിൻ്റെ ഫലശ്രുതിയിൽ അച്ഛനെ പറ്റി പറയുന്നുണ്ട്. മറ്റേ ഗാധികൻ്റെ ലോകത്തിൽ പറയുന്നുണ്ട്. രമണീയം ഒരു കാലം, അമ്മയ്ക്ക്, ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ അച്ഛൻ വളരെ ആദരവോട് കൂടിയിട്ടാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. MT എന്ന് പറയുന്ന എഴുത്തുകാരന് കൃത്യമായിട്ടുള്ളൊരു മാർഗം കിട്ടിയിരുന്നത് ഇവിടെ നിന്ന് വേണം, അല്ലെങ്കിൽ ഒരു മാർഗത്തിൻ്റെ തുടക്കം ഒരു പക്ഷേ ഇവിടെ. അതൊന്നും എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. ഞാനങ്ങനെ പറയുന്നത് ശരിയുമല്ല. അങ്ങനെ എത്ര ആൾക്കാർ ഇവിടെ വന്നുകൊണ്ട് എല്ലാവരും MT ആയില്ലല്ലോ. അത് അദ്ദേഹത്തിൻ്റെ കഴിവല്ലേ. ഞാൻ പറയുന്നത് ശരിയുമല്ല. MTയുമായുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയായിരുന്നു അക്കിത്തത്തിൻ്റെ മകൻ നാരായണൻ. വീഡിയോ ജേർണലിസ്റ്റ് ബിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.